ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ഒരു ദിവസം എങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ നമ്മൾ കടുവപ്പള്ളി ജംഗ്ഷനിലെത്തി. അപ്പം പള്ളിക്കകത്തോട്ട് കയറാമെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയുടെ അകത്തോട്ട് കയറാൻ തന്നെ പോണത്. പുറമേ ഇങ്ങനെ വെളിയിലോട്ട് എവിടെയെങ്കിലും സ്ഥലത്തോട്ടോ കൊല്ലത്തോട്ടോ വല്ലതും ഇങ്ങനെ പോകുമ്പം കണ്ടിട്ടുണ്ട്, വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് റോഡ് സൈഡിനൊക്കെ പൈസയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ചെന്ന ടൈമിൽ തന്നെ കുറേ ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് തൊഴുവാൻ കയറുമ്പോൾ തന്നെ നമുക്ക് പഴവും നെയ്യൊക്കെ തരുമെന്നാണ് പറയുന്നത്. അപ്പം ഈ പള്ളിയിൽ ആരെങ്കിലും അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മളെവിടെ പോകണമെന്ന് വെച്ചാൽ വീട്ടിലത്തേക്ക് ഒരു താമരയുടെ തൈ മേടിക്കാൻ വേണ്ടി ചെടി ഫാമിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഓട്ടോയിലാണ് വന്നത്. പിന്നെ പള്ളിയിൽ അവിടെ ഇറങ്ങി നടന്ന് അങ്ങോട്ട് ചെടി ഫാമിലോട്ട് പോവുകയാണ്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചുട്ട് പൊള്ളണ വെയിൽ. പിന്നെ നല്ല വെയിലായതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മളൊരു കടയിലോട്ട് കയറി. അവിടെ ചെന്നപ്പം മോരും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും മോരും വെള്ളവും അല്ലൂസിന് സർബത്തുമാണ് വാങ്ങിച്ചു കൊടുത്തത്. കടയിലെ മാമനെന്ന് വെച്ചാൽ നല്ല കാര്യമൊക്കെ ആയിരുന്നു. നമ്മളോട് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം മാമൻ എന്നെ ചിരിയൊക്കെ വന്ന് ഇങ്ങനെ ചോദിച്ചിങ്ങനെ യൂട്യൂബിലത്തേക്കെങ്കിലും ഇടാനാണ് മക്കളെ വീഡിയോ ഒക്കെ എടുക്കണേന്ന്. അങ്ങനെ അവിടെ നിന്ന് മോരും വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അല്ലൂസിന് സർബത്ത് കൊണ്ടു കൊടുത്തായിരുന്നു. അങ്ങനെ അവൾ സർബത്തൊക്കെ കുടിച്ച് അതിൽ നിന്ന് കുറച്ച് ഞാനും മേടിച്ച് കുടിച്ച്. അങ്ങനെ ഞങ്ങൾ ചെടി ഫാമിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോവാം, എങ്ങനെയാണെന്ന് നോക്കാം. കറക്റ്റ് ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ കുറേയധികം വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ആമ്പലുണ്ടായിരുന്നു. ആമ്പലിൻ്റെ 2 ഇതിലായിട്ട് ബേസണിലായിട്ട് ആമ്പലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുത്തെ ചെടികളൊക്കെ ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ച് അതിൻ്റെ അകത്തോട്ട് പോയി. അതിൻ്റെ അകമെന്ന് വെച്ചാൽ പൊളിയെന്ന് പറഞ്ഞാൽ പൊളി. ഞാൻ കണ്ടിട്ടില്ലാത്ത കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരു സന്തോഷം. അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത പൂക്കളൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയ അതിനെ തൊടാൻ പറ്റണതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് മേടിക്കാമെന്ന് ഉദ്ദേശിച്ച 2-3 ചെടികളൊക്കെ എങ്ങനെ അതിന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ നമുക്ക് കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു തന്ന് അതിനെ പരിപാലിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പം നമ്മൾ ആമ്പലിൻ്റെ കൂടെ തന്നെ അല്ലാതെ കുറച്ച് ചെടികളും കൂടെ നമ്മൾ മേടിച്ചായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ മരങ്ങളായിട്ടുള്ളത് തന്നെ ഈ വൃക്ഷങ്ങളായിട്ട് തന്നെ കുറേ വൃക്ഷത്തിൻ്റെ തൈകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ മേടിക്കാൻ വേണ്ടി ഇരുന്നത് ആ താമരയാണ്. അപ്പോൾ ഈ താമരയിൽ പൂവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ മാമൻ പറഞ്ഞു ഇത് വെള്ള കളർ താമരയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പൂവില്ലാത്തതിൻ്റെ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെ എന്ന് പൂക്കുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ആമ്പലിലായിരുന്നെങ്കിൽ പൂത്തൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ താമരയിൽ പൂവൊന്നും ഇല്ലായിരുന്നു. മാമൻ അതിൽ വെള്ളമൊക്കെ കുറച്ച് ചരിച്ച് കളഞ്ഞു. കാരണം നമ്മൾ തിരിച്ച് ഓട്ടോയിലായിരിക്കും പോണത്. അപ്പോൾ ഓട്ടോ മൊത്തം വെള്ളം ആവണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ചരിച്ചൊക്കെ കളഞ്ഞ്. അങ്ങനെ നമ്മൾ ഇത്ര ചെടിയാണ് മേടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു 7-8 ചെടി നമ്മൾ മേടിച്ച് അവിടെ നിന്ന്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ആറ്റിങ്ങിൽ നിന്ന് കല്ലമ്പലത്തോട്ട് പോണ റൂട്ട് ചാത്തമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലൊക്കേഷൻ കറക്റ്റ്. അങ്ങനെ അതിന് നമ്മൾ സ്ഥിരം നമ്മൾ ഓട്ടം വിളിക്കുന്ന ഓട്ടക്കാരൻ ചേട്ടൻ വന്ന് അങ്ങനെ കടയിലെ ചേട്ടനും സനു ചേട്ടനും കൂടെ പിന്നെ ചെടികളെല്ലാം എടുത്ത് ഓട്ടയ്ക്കകത്തോട്ട് വെക്കാൻ പോയി. അല്ലൂസ് അവൾക്ക് പറ്റുന്ന ഇതിലുള്ള ചെറിയ ചെടികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഓട്ടയ്ക്കകത്തോട്ട് വെക്കാനായിട്ട് സഹായിച്ചൊക്കെ കൊടുത്ത്. അങ്ങനെ പിന്നെ ചെടിയെല്ലാം മേടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം.